ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യ സംഘം ഇന്ന് രാവിലെ 9:50 തിരിച്ചെത്തി. ജിദ്ദയിൽ നിന്ന് നേരിട്ടുള്ള ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് മിർഷാദ് യമാനിയുടെ നേതൃത്വത്തിൽ 120 ഹാജിമാരടങ്ങുന്ന അൽ ഹിന്ദ് ഹജ്ജ് സംഘം എത്തുന്നത്. മുജീബ് നദവിയുടെ നേതൃത്വത്തിലുള്ള 97 ഹാജിമാരുടെ മറ്റൊരു സംഘം സൗദി എയർലൈൻസിൽ കൊച്ചിയിൽ 10 മണിക്കെത്തി. ഹാജിമാർക്ക് എയർപോർട്ട് അതോറിറ്റിയുടെയും എയർലൈൻസ് പ്രതിനിധികളുടെയും മറ്റ് നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. അതേസമയം 4ാം ദിവസത്തെ കല്ലേറ് കർമ്മം നിർവഹിക്കാൻ തങ്ങിയിരുന്ന ഏതാനും ഹാജിമാർ കൂടി തിങ്കളാഴ്ച മടങ്ങിയതോടെ ഇത്തവണത്തെ ഹജ്ജ് കർമ്മത്തിലെ മിനായിലെ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചു. ഹജ്ജ് കർമ്മത്തിൻ്റെ 6ാം ദിവസവും കല്ലേറ് കർമ്മത്തിൻ്റെ 3ാം ദിവസവുമായ ഞായറാഴ്ച പിശാചിൻ്റെ 3 പ്രതീകങ്ങൾക്കു നേരെയായിരുന്നു കല്ലേറ്. തുടർന്ന് ഹാജിമാർ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ മിനായിൽ നിന്ന് വിടവാങ്ങിയതോടെ ഹജ്ജ് കർമ്മം ഔദ്യോഗികമായി അവസാനിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മതവിധി പ്രകാരം 4ാം ദിവസത്തെ കല്ലേറ് നിർവഹിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്ന കുറച്ചുപേർ അവിടെ തങ്ങിയിരുന്നു. ഇവർ കൂടി മക്കയിൽ തിരിച്ചെത്തിയതോടെ ഹറം പ്രദേശവും മക്ക പട്ടണവും വീണ്ടും തിരക്കിലായി. നേരത്തെ കല്ലേറ് കർമ്മത്തിനു ശേഷം മക്കയിലെത്തി കാബയിൽ വിടവാങ്ങൽ പ്രദക്ഷിണം നടത്താത്തവർ അത് നിർവഹിക്കും. മദീന സന്ദർശനം പൂർത്തിയാക്കാത്തവർ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലുമാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.